വികാരനിർഭരമായ ഒരു വീഡിയോ ചിതറയിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു വീഡിയോ ആണ് ചിതറയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കാഴ്ച പോലെ. ഇതെടുക്കാൻ ഏതാ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതെടുക്കാനെന്ന്. ആ ഇതാണ് ചിതറയിൽ കാണുന്ന വികാരനിർഭരമായ ഒരു സ്ഥലം. ഒരു വീടിൻ്റെ കിടപ്പാടം, കിടക്കുന്ന സ്ഥലം മുഴുവൻ ഇടിച്ച് വീട്ടുകാരൻ, ഉടമ, കുലദ്രോഹി, സാമദ്രോഹി, കുബേരൻ, സമ്പന്നൻ ഇവരിടിച്ച് നിരപ്പാക്കി ഒരു അത്താഴപ്പട്ടിണിക്കാരന് കൊടുത്തിരുന്ന വീട്. ആ വികാരത്തിൽ ആണ് ഒരുപാട് പേർ ആവേശം കൊണ്ട് അവിടെ നിൽക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോകുന്നെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല. അവിടെ അത്രയും പേരെത്തിയത് ഈ കുടുംബക്കാരൻ പ്രമാണി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ എന്തെങ്കിലും ഒരു മുതലും വകയും പിടിച്ചു പറിച്ച് ഈ അനീതിക്ക് കൂട്ടുനിന്ന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും പറ്റുമെങ്കിൽ ഒരു മനുഷ്യനെ സഹായിച്ച ആ കുടുംബത്തെ അപമാനിക്കാനും കഴിയുമെങ്കിൽ അതിനുള്ള അവസരം നോക്കിയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. വലിയ അനീതിക്ക് മുന്നിൽ ചില ചെറിയ അനീതികൾ അപ്രസക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വലിയ അനീതി നടന്നു. ആ അനീതിക്കകത്ത് ചിലപ്പോൾ ഒരു ചെറിയ അനീതി ഉണ്ടായി. ആ അനീതിയെ നമ്മൾ ഈ വലിയ അനീതിയുടെ പേരിൽ തള്ളിക്കളയണം. അതാണ് വേണ്ടത്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കലാപത്തിന് 2-3 പേർ ആഹ്വാനം ചെയ്തു. ആ കലാപത്തിന് ആഹ്വാനം ചെയ്തു. ആ കലാപം തുടങ്ങിയപ്പോൾ ഒരാൾ ഒരു പാത്രം മോഷ്ടിച്ചുകൊണ്ട് പോയി. ആദ്യം പിടിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും കലാപത്തിന് ആഹ്വാനം ചെയ്തവനെയാണ്, പാത്രം മോഷ്ടിച്ചവനെയല്ല. അത് തെറ്റാണ്. പക്ഷേ ഈ വലിയ അനീതിയുടെ സമയത്ത് ഈ അനീതി അപ്രസക്തമാണ്. ചിതറയിൽ നടന്ന സംഭവം ഇന്നലെയാണ് വസ്തുതാപരമായി ഞാൻ മനസ്സിലാക്കിയത്. അതിന് പല മാർഗങ്ങളിലൂടെ തിരക്കിയപ്പോൾ എന്താ സംഭവം? ഈ വീഡിയോയിൽ കാണുന്ന വളരെ വൃദ്ധനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മുസൽമാനാണ്. അദ്ദേഹത്തെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്തുനിന്ന് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ കാണിച്ചതിന്, കുഴപ്പങ്ങൾ എന്ന് പറയുമ്പോൾ സ്വയം പാനീയമുണ്ട്, ഒഴിച്ചുകൊടുപ്പുണ്ട്, അതിൻ്റെ ഉള്ള ചുറ്റുപാടുകളും മറ്റുള്ളതുമൊക്കെ ഉണ്ട്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ഇറക്കി വിട്ടപ്പോൾ ഒരു നല്ല സാധുവായ മനുഷ്യന് വലിയ വിഷമം തോന്നി. വളരെ ആവേശപൂർവ്വം ഇദ്ദേഹത്തെ ആനയിച്ച് വീടിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തു. നീ അവിടെ കയറി താമസിച്ചോളാൻ പറഞ്ഞു. ഡെപ്പോസിറ്റ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. സംഗതി അതിയാൻ അവിടെ കയറി താമസിച്ചെന്ന് മാത്രമല്ല, അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്ത് കോഴിക്കട തുടങ്ങി, ബാക്കിയുള്ള കടകളൊക്കെ തുടങ്ങി, ആൾക്കൂട്ടവുമൊക്കെ വന്നു. അദ്ദേഹം പിന്നീട് എവിടെയോ പോയി വിവാഹം കഴിച്ചൊരു സ്ത്രീയുമായി വന്നു. അങ്ങനെ അവിടെ താമസിച്ച് വളരെ സുഖകരമായി താമസിക്കുന്നതിനിടയിൽ 4 വർഷമായി ആ വീടിൻ്റെ വാടകയൊന്നും കൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം, അവസരം കൊടുത്തവനെയാണ് വെല്ലുവിളിക്കുന്നത്. നിനക്ക് ചുണയുണ്ടെങ്കിൽ ഒന്ന് ഇറക്കി വിട്, അല്ലെങ്കിൽ നിന്നെ ഇറക്കി വിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലുവിളിച്ച് ആ കൊടുത്ത മനുഷ്യൻ മരിച്ചു പോയിട്ട് 4-5 വർഷമായി. ഈ സ്ഥലം മകൾക്ക് മറ്റോ കൊടുത്തതാണ്. മകൾക്ക് ഈ സ്ഥലം എഴുതി കൊടുക്കണമെങ്കിൽ അവർക്ക് പൂർണ്ണമായും പൊസഷനിൽ കൊടുക്കണം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം, അതിനകത്തൊരു വാടകക്കാരുണ്ടെങ്കിൽ അത് ഒഴിപ്പിച്ച് തരണം എന്ന് പറയും. കാരണം ഇനി അത് ഒഴിഞ്ഞു പോയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ്. കാരണം ഒഴിഞ്ഞു പോകാതിരിക്കാനുള്ള സാധ്യതയാണ് 100% ഉള്ളത്. വേണമെങ്കിൽ പുതിയ വാങ്ങിച്ച ആളിൻ്റെ അടുത്ത് പറയും, ഇയാടെ ഇന്ന് ഞാൻ വീട് വാടകയ്ക്ക് എടുത്തോ. ഞാൻ വാടകയ്ക്ക് എടുത്താൽ മറ്റേ ആളുടെ ഇന്നില്ലേ, അയാൾ വരട്ടെ ഒഴിപ്പിക്കാൻ. അയാൾ എന്തിനാണ് വരുന്നത്? അയാൾ വീടും വസ്തുവും വിറ്റ് കഴിഞ്ഞു. അയാൾ വരുമോ ഒഴിച്ചു കൊടുക്കാൻ? നിങ്ങളെന്തെങ്കിലും കൊടുത്തങ്ങ് ഇറക്കാൻ പറയും. അതുപോലെ ഇയാൾക്ക് മധ്യസ്ഥയെല്ലാം നടത്തിയപ്പോൾ ഇയാൾക്ക് 4 ലക്ഷമോ 5 ലക്ഷമോ രൂപ വേണം. 10 പറയുന്നു ചിലർ അവിടുന്ന് ഇറങ്ങണമെങ്കിൽ. അത് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സിൽബന്തികളായ ആളുകളും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നാട്ടിൻപുറത്തെ സ്ഥിതി എന്താണെന്ന്. ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ജാതി മതമൊന്നുമില്ല. എല്ലാവരും അങ്ങ് പറയുന്നത് ജാതി ഉണ്ടാക്കി, മതം ഉണ്ടാക്കി. ഞാൻ എല്ലാ സ്ഥലത്തും പറയും, മുസ്ലിങ്ങളുടെ ശത്രു ഹിന്ദു അല്ല, ഹിന്ദുക്കളുടെ ശത്രു മുസ്ലിങ്ങളും അല്ല. കാരണം അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതില്ല. അതേസമയം സ്വന്തം ജാതിയിൽ വരുന്ന, ബന്ധത്തിൽ വരുന്ന അയൽക്കാരായ കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം അറിയണമെങ്കിൽ എങ്ങനെയാണെന്നറിയാം. ഒരു വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ഒളിച്ചോടി പോകണം. ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ ഗതികേട് ഉള്ള വീട്ടിൽ
അത് നടത്താൻ ഒരുത്തനും വരില്ല. അവൻ്റെ ജാതിയും വരത്തില്ല, അവൻ്റെ ബന്ധുക്കളും വരത്തില്ല, അയൽക്കാരും അനങ്ങത്തില്ല. അവൾ ആരുടെയെങ്കിലും കൂടെ പോയാൽ ഉടൻ തന്നെ രംഗത്തിറങ്ങി അതിന് കഥയുണ്ടാക്കാനും അതിൻ്റെ അപ്പുറത്തെ ഉണ്ടാക്കാനും ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെയുള്ള നാടാണ്. യഥാർത്ഥത്തിൽ അവനോട് പറയേണ്ടത് എന്താ? എടാ, നിനക്ക് ഇത്രയും നാൾ തന്നില്ലയോ? നീ ഇപ്പോൾ കോഴി കച്ചവടമൊക്കെ നടത്തുന്നില്ലയോ? നീ മാറവിടുന്ന്. അയാൾ തന്നതിനോടൊരു മര്യാദ കാണിക്കുക. ഒരു 10 ദിവസത്തേക്ക് മാറി എന്നിട്ട് പിന്നെ ഒന്ന് ചോദ്യം ഞങ്ങൾക്ക് തരുമോന്ന്. ഒരു അന്തസ്സുണ്ടല്ലോ. ഇത് അതിന് പകരം അങ്ങനെ അവസാനം എന്തായി? പോലീസിൽ അയാൾ കേസ് കൊടുത്തു. വീട്ടുകാരൻ ഒന്ന് ആലോചിച്ച് നോക്കണം. കൈയിരിക്കുന്ന മുതലെടുത്ത് നിൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോലീസ് കേസ് കൊടുക്കാൻ നടക്കുന്നത്. അങ്ങനെ കുറേ ക്ഷുദ്രജീവികളുണ്ട് ഈ സമൂഹത്തിൽ. ഈ ക്ഷുദ്രജീവികളാണ് മനുഷ്യനെ ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ മധ്യസ്ഥ വഹിക്കുന്നവൻ ആരെങ്കിലും അവൻ്റെ വീട് അവന് കൊടുക്കുമോ വാടകയ്ക്ക്? ആരെങ്കിലും കൊടുക്കുമോ? ചുണയുള്ളവനൊന്ന് കൊടുക്കട്ടെ, അവൻ്റെ കൂടെ വീട്ടിൽ കയറ്റി ഒന്ന് താമസിപ്പിക്കട്ടെ, ഇത്രയും നല്ല ആളാണെങ്കിൽ. പണ്ട് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പഴയ കാലത്തെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് ഈ മാനേജ്മെൻറ്റ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്ന് പുസ്തകത്തിൽ കാണുന്ന ബുദ്ധിയല്ല. ആ കമ്പനിയിലെ ഏറ്റവും കുഴിത്തുരുമ്പായ ഒരാളുണ്ടായിരുന്നു. ആ കുഴിത്തുരുമ്പായ ആളിനെ നല്ലവനാക്കി കൊണ്ടു നടക്കുന്ന 2-3 പേരുണ്ടായിരുന്നു. ഇയാൾക്കെതിരെ ഒരു ചാർജ് വന്നപ്പോൾ ഈ നല്ലവനായിട്ട് കൊണ്ടു നടക്കുന്ന ആളിനെ എൻക്വയറി ഓഫീസറായിട്ട് വെച്ചു. അയാൾ എന്ത് ചെയ്ത് കാണും? ഈ കുഴിത്തുരുമ്പായ സുഹൃത്തിനെ എഴുതി പൊലിപ്പിച്ച് നല്ലവരിൽ നല്ലവനാക്കി. ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ഈ കുഴിത്തുരുമ്പിനെ സ്ഥലം മാറ്റി മറ്റേയാൾക്ക് കൊടുത്തു. ഒരു 2 മാസം കഴിയുന്നതിന് മുമ്പ് അവർ തമ്മിൽ കുരുത്ത്. വലിയ വിഷയമായി. 2 പേരും കുഴിത്തുരുമ്പാകുമ്പോഴുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസ് കേസ് കൊടുത്തു. പോലീസ് ചർച്ചയ്ക്ക് വിളിച്ച ദിവസം ഇവർ പോയപ്പോഴാണ് വീടിടിച്ചത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അനീതി. ഈ അനീതി പറയുമ്പോൾ ഈ 10 വർഷം വീട് കൊടുത്ത് 4 വർഷം വാടക കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നതിന് കാശ് വേണമെന്ന് പറയുന്ന എല്ലാ അനീതിയും പോയി. ഇപ്പോൾ ഉള്ള അനീതി ഇതാണ്. ആ ഒരു അവസരമായിരിക്കും ഇവിടുന്ന് ആളെ ഇറങ്ങി കിട്ടാൻ വേണ്ടി അവർ കാത്തിരുന്നത്. ഇത് ചിലപ്പോൾ അവർ ഈ വീടിന് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്തെന്നിരിക്കും. അത്രമേൽ അവരുടെ നിയന്ത്രണം വിട്ടുപോയിക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ വീട് വാടകയ്ക്ക് എടുക്കുക, എന്നിട്ട് അവിടെ താമസിച്ചുകൊണ്ട് അവനെ ആക്ഷേപിക്കുക, അവൻ്റെ ശത്രുക്കളോടൊപ്പം കൂടുക, അവനെ വെല്ലുവിളിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ ഒരു അവസ്ഥ. ഇന്ന് സ്വന്തം അച്ഛനും അമ്മയും അത് കാണിക്കുന്നതെങ്കിൽ പല വീടുകളിലും ചിലപ്പോൾ മക്കൾ കൈകാര്യം ചെയ്ത് കളയും, എടുത്ത് റോഡിൽ കൊണ്ടിടും. അപ്പോഴാണ് ഈ അഭ്യാസം. എന്നിട്ടാണ് അയ്യോ പാവത്തരം പറഞ്ഞ് നിലവിളിക്കുന്നതും. കുറേ ആളുകൾ അപ്പോഴത്തേക്ക് സാമൂഹ്യ നായകന്മാരായി നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് കാണിക്കുക, നമുക്ക് വീഡിയോ വിടാം, ദാ ഇന്ന ആൾ കൊണ്ടുവന്ന് ഇന്നാളിന് വീട് കൊടുത്തെന്ന്. അതാണ് അവിടുത്തെ കഥ. പിന്നെ കുറച്ച് യൂട്യൂബർമാരുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വഴക്കിട്ട് അല്ലെങ്കിൽ ഒരാൾ വെള്ളമടിച്ച് ഏതെങ്കിലും കടത്തന്നെ പോയി ഇത്രയും നേരം കിടന്നെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ കൈയിരിക്കുന്ന മൊബൈലും കൊണ്ട് കുറേ പേര് വരും. വന്നിട്ട് അത് പിടിച്ച് കണ്ടോ കുടുംബക്കാരനായിരുന്നു, പിന്നെ ഈ പറഞ്ഞതുപോലെ മക്കൾ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയി. അത് മക്കൾ വല്ല അന്തസ്സോടെ ജീവിക്കുന്നവരാണെങ്കിൽ അതിനൊരു കഥ വേറെ ഉണ്ടാക്കും. അങ്ങനത്തെ കുറച്ച് യൂട്യൂബർമാരും ഉണ്ട്. സോഷ്യൽ ഓഡിറ്റർമാർ. അവരാണ് സോഷ്യൽ ഓഡിറ്റർമാർ.